Hi friends, welcome to FAQ session and welcome to English Mithra. So നമ്മൾ ഇന്ന് നിങ്ങൾ കോമന്റ് സെക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന് മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. So first question ആക്സമോള്. Which is correct? We had produced it or we produced it? Both are correct. Depends on the context. Right. From we had produced the movie before you did. അങ്ങനെയല്ല ആണെങ്കിൽ ലൈക്ക് വി ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ ഹാഡ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് to talk about two actions in the past wherein had indicates the action which happened first. അതാണ് ഹാഡ് എന്ന് പറയുന്നത്. ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് നടന്നു. അതിൽ ആദ്യം ഏത് ആക്ഷനാണ് നടന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതാണെങ്കിൽ വി ഹാഡ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് അല്ലെങ്കിൽ വി പ്രൊഡ്യൂസ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് അത്രേ ഉള്ളൂ. ആൻ ആക്ഷൻ വിച്ച് വാസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ടെൻസിന്റെ ഡിഫറൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ ത്രൂ ബസ് എന്ന് പറയാൻ പറ്റുമോ? അതായത് നിങ്ങളുടെ വീട് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിക്കുക, സ്കൂൾ അവിടെയാണെന്ന് വിചാരിക്കുക. ഈ സ്കൂളിലേക്ക് ഇത് നിങ്ങളുടെ വീട്, ഇത് സ്കൂള്, ഇവിടെ ഒരു ബസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ബസ്സിനുള്ളിൽ കൂടെ കേറി നടന്നാണ്, ബാക്ക് ഡോറിൽ കൂടെ കേറി നടന്ന് ഡ്രൈവർ സീറ്റിന്റെ അവിടെ നിന്ന് ഡോർ തുറന്ന്, അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിന്റെ അടുത്തുള്ളൊരു എൻട്രി ഡോറില്ലേ അത് തുറന്ന് പുറത്തിറങ്ങി സ്കൂളിൽ പോവാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രൂ. എന്താ ത്രൂ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിനകത്തൂടെ, ത്രൂ ആ ടണൽ എന്നൊക്കെ നമ്മൾക്ക് പറയാം. ആ ടണൽ അവിടെ ഇരിക്കുകയാണ്, അതിനകത്തൂടെ നമ്മൾ ക്രോസ്, ടണൽ അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ അതിനകത്തൂടെ ക്രോസ് ചെയ്ത് നടന്നു പോകണം. ആ കേസിലാണ് നമ്മൾ ത്രൂ പറയുക. ട്രാവൽ ചെയ്യുന്ന കേസിൽ അതെ, വെൻ ത്രൂ എ ഡോർ, നമ്മൾ മൂവ് ചെയ്യുന്നു, ഡോർ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഓക്കെ, ബസ് ഇസ് മൂവിങ്, ബസ് നമ്മളെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈ ബസ് എന്ന്. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് ഓർ യാ. ഓക്കെ, എൻ്റെ അടുത്ത് രവിദ്ര അടുത്ത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഇതിന്റെ മീനിങ് എന്താണ്? എന്നുവെച്ചാൽ ലേറ്റ് ആയിട്ട് ചെയ്യുന്നത്, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനെക്കാളും നല്ലത് ലേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അതെ, ബർത്ത്ഡേ വിഷ് ഒക്കെ പറയാതിരിക്കുന്നതിന് നല്ലത് രാത്രി ആവുമ്പോഴെങ്കിലും പറയുന്നതാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും പറയുന്നതാണ് പറയാതിരിക്കുന്നതിനെക്കാളും നല്ലത്. യു ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് എന്ന് പറയുന്ന പോലെ ലെറ്റ്സ് ഗോ മൂവി എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? ലെറ്റ്സ് ഗോ മൂവി ശരിയല്ലല്ലോ ഓൾറെഡി. സി, ഇവിടെ എന്താന്ന് വെച്ചാല് ഷോപ്പിങ്ങും നൗണാണ്, മൂവിയും നൗണാണ്. ഓക്കെ, ജെറണ്ട്, റൈറ്റ്. അപ്പം നമ്മൾക്ക് ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് എന്ന് പറയാം. അതേസമയം ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ലെറ്റ്സ് ഗോ വാച്ച് എ മൂവി, അങ്ങനെ നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, സോ അടുത്ത എൻ്റെ അടുത്ത് ഞാൻ പത്രത്തിൽ ജോബ് വേക്കൻസി പരസ്യം കണ്ടു, ഡീറ്റെയിൽസ് അറിയാൻ വിളിച്ചതാണ്. ഹൗ ടു സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? ഐ സോ എ വേക്കൻസി ആഡ് in the newspaper. I called to know more details about it. Yeah, like I need more details, I would like to know more details about it. That is also better. Like when you call or interview for when job vacancy ക്ക് apply ചെയ്യുമ്പോൾ in my experience ആളുകൾ എങ്ങനെയാ വെച്ചാൽ ഹായ് ഹലോ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അറിയത്തില്ല സാലറി ബാക്കിയെല്ലാം നമുക്ക് ഹായും ഹലോയും ഓക്കെ, ഇറ്റ് മേക്സ് സം സെൻസ് എന്ന് വിചാരിക്കാം. വെറുതെ സാലറി എന്ന് മെസ്സേജ് അയക്കുന്നവരുണ്ട്, സാലറി ക്വസ്റ്റ്യൻ മാർക്ക്, ജോബ്, വെറും ഹായും ഹലോയും മാത്രം ഇടുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ വിളിച്ചിട്ട് അത് ഞാൻ ജോബ് വേക്കൻസിയുടെ ആഡ് കണ്ടിട്ട് വിളിക്കുന്നത്. ആ അതെ പറഞ്ഞോളൂ എന്ന് പറയും. ഓക്കെ, എന്താ പറഞ്ഞോളൂ, എവിടുന്നാണ് വിളിക്കുന്നത്, ഉത്തരം പറയില്ല. എത്ര സാലറി, എത്ര, എന്താ ജോലി, ലൈക്ക് ഞാൻ പറയും ആഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതാ കമ്പനി എന്ന് ചോദിച്ചവരുണ്ട് എൻ്റെ അടുത്ത്. നിങ്ങളുടെ കമ്പനി എവിടെയാ, സ്ഥലം എവിടെയാ? അറ്റ് മൈ ടൈം ആൻഡ് ഓൾ നമ്മൾ കമ്പനി ഏതാന്ന് പോയി റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. ഇത് ഏതാ കമ്പനി എന്ന് പോലും, എവിടെയാ ഏതാ എന്നറിയാതെ കണ്ട പാടെ മെസ്സേജ് അയക്കാണ്. സോ അത്. ഇനി അടുത്തത് ഞാനല്ലേ ചോദിക്കണ്ടേ, ഡയറക്റ്റ് പോകണോ എന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ഇതിന്റെ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പത്രത്തിൽ ഇല്ല കറക്റ്റാ. വേക്കൻസി ഉണ്ടോ എന്ന് എങ്ങനെ? അയ്യോ അതുണ്ടായിരുന്നു. വേക്കൻസി ഉണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? Do you have a vacancy? Do you have a job vacancy? Yeah, I mean depends. Yeah, ജോബിനാണല്ലോ അല്ലേ വേക്കൻസി ഉള്ളത്. Yes.
ഓക്കെ, ഡയറക്റ്റ് പോകണോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? എങ്ങോട്ട്? Should we go straight home, straight to home? Should we go straight to home after this exam? ആക്ച്വലി യെസ്. Yes. So should we go straight to home? അല്ലെങ്കിൽ should we go straight to her home? ഡയറക്റ്റ് പോകണോനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രേറ്റ് ഹോം, ഡയറക്റ്റ് നേരെ വീട്ടിലോട്ട് പോകണം. വീടൊന്നും ഇല്ല, ഡയറക്റ്റ് പോകണം. ഞാൻ പിന്നെ കയ്യിൽ നിട്ടതാണ്. ഇതിപ്പോ നമ്മളെ ഇന്റർവ്യൂക്കാരെ അയക്കുന്ന പോലെ ഡയറക്റ്റ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ, സെന്റൻസ് ഒന്നും ഇല്ല. സോ ഷുഡ് വി ഗോ സ്ട്രേറ്റ് ടു wherever you want to go. Okay, so അടുത്തത്, അവർ ഫുഡ് കഴിക്കാൻ പോയി. they went to have food. അല്ലെങ്കിൽ they have gone to have food. They have gone to have food. ഇനി has she been waiting for 2 hours? കറക്റ്റ് ആണോ റോങ് ആണോ? കറക്റ്റ് ആണ്. കാരണം ഇവിടെ 4 2 hours എന്നാ പറഞ്ഞേക്കുന്നത്. ഡ്യൂറേഷന് മുന്നേ 4 ആഡ് ചെയ്തിട്ടുണ്ട്. ഹാസ് ഷീ ബീൻ, ഹാസും ബീനും ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ്, അടിപൊളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ. ഞാൻ വന്നതിന് ശേഷം വിളിക്കാം. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. I'll call you after I reach home. I'll call you after I reach. I'll give you a call after I reach. ആക്ച്വലി I'll call you once I reach എന്നൊക്കെ വേണമെങ്കിലും പറയാം. ലൈക്ക് ശേഷം എന്നുള്ള വാക്ക് കാരണമാണ് നമ്മൾ ആഫ്റ്റർ ഒന്ന് യൂസ് ചെയ്തതേ ഉള്ളൂ. അതെ, എത്തിയപ്പോൾ തന്നെ റൈറ്റ്. യെസ്, 10 questions. That's the 10 questions. Thank you guys for watching the video. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് മനസ്സിലായി, എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യേണ്ട? ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കോണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനാവാം, നിങ്ങളുടെ ഫ്രണ്ട്സിനാവാം, നിങ്ങളുടെ ഡിയോ വൺസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൗൺസിലർ പറഞ്ഞു തരും. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ഡെഫിനറ്റ്ലി ജോയിൻ അവർ ഫാമിലി. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ IELTSും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്, ലൈക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം. സോ അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം signing off from English Mithra. ബൈ ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.